വാ. ഹായ് സാർ, ഞാൻ നിതിൻ, കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇത് അരവിന്ദ് സാറിൻ്റെ വീടാണോ? അതെ. അരവിന്ദ് സാറിന് റിസപ്ഷനും കല്യാണത്തിനുള്ള കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഡ്രസ്സ് തയ്ക്കാൻ തന്നിരുന്നോ? അയ്യോ സാറല്ല, ശ്രേയ മേഡാണ് അരവിന്ദ് സാറിന്റെ കോസ്റ്റ്യൂം ചെയ്യാൻ ഓർഡർ തന്നെ. ശ്രേയ മേഡം പറഞ്ഞിട്ടാണോ? അതെ. സാറിന് ഇത് മാച്ചാവോ നോക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേറെ മോഡൽ ചെയ്യാനാ പറഞ്ഞു. അരവിന്ദേ, നിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ മാഡത്തിന്. അതെ അളിയ, സ്റ്റേജിൽ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. മേഡ് ഫോർ ഈച്ച് അതർ ആയിരിക്കണം. എടാ രമേശ, ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ പുറമോടിയിലല്ല, ഉള്ളിലുണ്ടാവണം. അതിവിടെ ഇല്ലല്ലോ. നിങ്ങൾക്കിത് കണ്ടപ്പോ സഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. സഹിക്കാനിട്ടല്ല മോനെ, ഇരുമയും ഒരു മനസ്സുമായിരിക്കണം ഭാര്യാഭർത്താക്കന്മാര്. അല്ലാതെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഇതുപോലെ അടിച്ചേൽപ്പിക്കാൻ നിന്നാ അത് ചെന്ന് അവസാനിക്കുന്നത് കുടുംബ കോടതിയിലായിരിക്കും. അച്ഛനിത് ആരോടാ ഈ പറയുന്നത്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇവനില്ല. അനിയ, ഇവിടെ തുണിക്കച്ചവടക്കാരിയായിട്ടും ഒരു തുണിക്കഷ്ണം പോലും ഇവിടെ നിനക്ക് വാങ്ങി തന്നിട്ടില്ലല്ലോ. അതിന്റെ ഫ്രസ്ട്രേഷൻ നീ എന്നോട് കാണിക്കാൻ നിൽക്കണ്ട. സ്വന്തം ഭർത്താവ് എങ്ങനെ നടക്കണമെന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉള്ളവളാ ശ്രേയ മേഡം. അതുകൊണ്ടാ എനിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടത്. അത് നീ പറഞ്ഞ ശരിയാ. നീ എങ്ങനെ നടക്കണമെന്ന് ആ പെണ്ണിന് കൃത്യമായ ബോധ്യമുണ്ട്. നിന്റെ മുന്നിൽ ഒരു വര വരയ്ക്കും, അതിനപ്പുറോ ഇപ്പുറോ പോവാൻ പാടില്ല. അരയിലൊരു കയറും കെട്ടി ആടിക്കളിക്കടാ തുള്ളിക്കളിക്കടാ എന്ന് പറയുന്ന ഒരു കുട്ടി കുരങ്ങി, അതാണ് നീ അവളുടെ മുന്നിൽ. ബാലമാമേ, എന്തിനാ വെറുതെ ഓരോന്ന് പറയുന്നേ? ഞാൻ പറയുന്നതിൽ നീ തെറ്റുണ്ടോ മോളെ? അരവിന്ദ്, മേഡം, എന്താ മേഡം? നമ്മുടെ കല്യാണത്തിന്റെ കോസ്റ്റ്യൂം ഇട്ട് നോക്കിയോ? എങ്ങനെയുണ്ട്? ഇട്ട് നോക്കിയില്ല മേഡം, ഇവരിപ്പോ വന്നേ ഉള്ളൂ. മേഡം, ഇട്ട് നോക്കേണ്ട കാര്യമില്ല. മേഡം എനിക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്താ അത് പെർഫെക്റ്റ് ആയിരിക്കും എനിക്കറിയാം. എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയും മേഡവും മാത്രമാ. അതെ അതെ, നിന്നെ പോലുള്ളവരെ മനസ്സിലാക്കാൻ ഇവർക്കേ പറ്റൂ. എന്നിട്ട് എവിടെ? ഇതുവരെ കണ്ടില്ലല്ലോ നിന്റെ അമ്മേ. സാധാരണ എല്ലാറ്റിനും മുന്നിൽ ഉണ്ടാവുന്നതാണല്ലോ. ആന്റി ഇപ്പൊ വരും, ഞാൻ വിളിച്ചിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി പോയതാ. എവിടെ പോയതാണെങ്കിലും അവളില്ലാത്ത ഈ വീടിനൊരു സമാധാനമുണ്ട്. തനിക്ക് അങ്ങനെയൊക്കെ തോന്നും മാഷേ. അരവിന്ദ്, നോ. സോറി മേഡം. അങ്കിൾ, ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ഒരിക്കലും ഇവിടെ ഒന്ന് ക്ഷണിച്ചതല്ലേ, അതിനുള്ള മറുപടി ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതല്ല അങ്കിൾ, ഇന്ന് രാത്രി മുതൽ കല്യാണത്തിന്റെ ഫംഗ്ഷൻ ആരംഭിക്കാൻ പോവാ. എല്ലാവരും ഇന്ന് രാത്രി തന്നെ മണ്ഡപത്തിലെത്തണം.
അനു എനിക്ക് പുടവയുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നേരെ മണ്ഡപത്തിലേക്ക് പോവും. ബാക്കി എല്ലാരും അവിടെ എത്തിക്കഴിഞ്ഞാ ഞങ്ങളുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങും. നമ്മളെല്ലാരും ഒരു കുടുംബാവാൻ പോവല്ലേ, അടിച്ചു പൊളിക്കാം നമുക്ക്. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? നിന്നോട് താല്പര്യമുള്ളവര് വരും. മറ്റാരെ നീ പ്രതീക്ഷിക്കണ്ട ശ്രേയ. എല്ലാവരും വരും, വരുത്തിക്കും ഞാൻ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. എന്നെ അകത്താക്കാൻ വേണ്ടി നടക്കാറുന്നല്ലോ നീ നിന്റെ അക്കുച്ചേട്ടനും. എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? എടി ചാരു, നീയൊന്നും വിചാരിച്ചാ ഒന്നും നടക്കാൻ പോകുന്നില്ല, കേട്ടോടി. എന്താണ് മാഡം, ചാരുമോളോട് ഭീഷണി വല്ലതാണോ? അയ്യോ ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് സൗഹൃദം പങ്കിട്ടതല്ലേ. ഈ വീട്ടിലെ മരുമക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും. ചാരുമോളുടെ കാര്യത്തിൽ മാഡം പറഞ്ഞത് ശരിയാ, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കറിയില്ല. പിന്നെ ഈ മണ്ഡപത്തിലേക്ക് തലേദിവസം ചെല്ലുന്നതൊക്കെ എവിടുത്തെ നാട്ടുകാരപ്പാ? നിങ്ങൾ തീരുമാനിക്കുന്നു, അത് വിളിച്ചു പറയുന്നു. അതനുസരിച്ച് ഓച്ചാനിച്ച് നിൽക്കാനേ ഇവനും ഇവന്റെ തള്ളിയും കാണും. വേറെ ആരെയും പ്രതീക്ഷിക്കണ്ട. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഡ്രസ്സ് കൊണ്ടുവരുന്നു, പിന്നാലെ പെണ്ണു വരുന്നു, ഓർഡർ ഇടുന്നു. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണോ? തന്നിഷ്ടം അല്ലാതെന്താ? മാഷേ, ഞാൻ തന്നിഷ്ടം കാണിക്കില്ലായിരുന്നു. സ്വന്തം മോനെ നിങ്ങൾ കല്യാണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അതുണ്ടായില്ലല്ലോ. അതെ, ബാലമാമന് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നടക്കൂ. മാഡം, ഇത് നിങ്ങൾ തീരുമാനിച്ച കല്യാണം ഇവിടെയുള്ള മറ്റാരുടെയും സമ്മതം ഇല്ലാതെ നടത്തുന്നതാ. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതിന് കൂടത്തുള്ള ഇവന്റെ അമ്മയുണ്ടാവും. എടോ അനിയ. അരവിന്ദ്, നോ. ഓക്കെ മാഡം. കണ്ടില്ലേ, ഓർഡർ ഇട്ടപ്പോഴേക്കും നാവിറങ്ങിപ്പോയത്. നീയൊക്കെ ഒരു ആണാണോ?